ഹായ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അദ്ഭുത ജേണി. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോണത് സ്വർഗവാസൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ടീസർ നേരത്തെ നമ്മൾ കണ്ടതാണ്. ടീസർ ഒരളവുക്ക് നല്ല ടീസറായിരുന്നു, കൊള്ളാം, നല്ലൊരു പുതുമയുണ്ടായിരുന്ന ഒരു ടീസറായിരുന്നു. ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. സ്വർഗവാസൽ ഡയറക്റ്റഡ് ബൈ സിദ്ധാർത്ഥ് വിശ്വനാഥ്, പിന്നെ RJ ബാലാജി ഉണ്ട്, പിന്നെ ഷറഫുദ്ദീനുണ്ട്, സാനി അയ്യപ്പനുണ്ട്, പിന്നെ സെൽവരാഘവനുണ്ട്. സോ ഇങ്ങനെ പിന്നെ ഇഷ്ടംപോലെ കാസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. ജയിലിൻ്റെ അകത്ത് ഇറക്കുന്ന എന്തോ സംഭവമാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. இந்தியன் பிரசன் ஹிஸ்டரியிலேயே இப்படி ஒரு சம்பவம் நடந்ததில்ல. അതെന്താണ്? எல்லார்கிட்டையும் சொர்க்கத்துக்கு ஒரு சாவி இருக்குன்னு சொன்னா அவங்க அதை கண்டுபிடிக்காமையா இருப்பாங்க. ஏன்னா அவங்களுக்கு சொர்க்கத்துக்கு போகணுன்ற ஆசை இல்லை, அந்த நரகத்திலிருந்து தப்பிக்கணுன்ற வெறியில. ஜெயில்னா போலீஸ் கண்ட்ரோல்ல தான் இருக்கணும். நீ தனியா ஒரு சாம்ராஜ்யம் வச்சு நடத்தக்கூடாது. இது எங்க இடம், இங்க யாரா இருந்தாலும் கெலிக்கிறது நாங்க தான். இனிமே இந்த ஜெயில நம்ம கண்ட்ரோல். இங்க நம்ம போலீஸா அவன் போலீஸா? யார் என்ன பண்ணாலும் சகிச்சுட்டு தான் போகணும்ல. എനിക്ക് കണ്ടിട്ട് തോന്നുന്നു RJ ബാലാജിയുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിങ് കാണാൻ തോന്നണം. പുള്ളിക്കാരൻ കോമഡി ആയിട്ടൊക്കെ ഇഷ്ടം പോലെ സിനിമയിലുണ്ട്, പക്ഷേ ഒരു ആക്ടിങ് സ്കില്ല് എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര അഭിനയം കാഴ്ചവെക്കുന്ന പടങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെത് വളരെ കുറവാണ്. ഇതിൽ അങ്ങനെ ഒരെണ്ണം കാണാൻ തോന്നണം. നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആ ഒരു മുഖഭാവങ്ങളൊക്കെ വളരെ വ്യത്യാസമാണ് മറ്റേ പടങ്ങളിൽ നിന്നും. നോക്കാം നമുക്ക്. நீ வெளியில போகணும்னு கேட்டேன், நான் ஒரு வழி சொன்னேன். இங்க யார் போலீஸ் யார் அக்யூஸ்ட்னே தெரியல. വലിയ ഇഷ്ടമുണ്ട് കേട്ടോ. ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ അഭിനയിച്ച് മരിക്കുന്നതില്. സ്വർഗവാസൻ ലിമിറ്റായിട്ടുണ്ടാ. அப்படி ஒரு சாவி ஒருத்தங்கிட்ட கிடைச்சா அவன் அந்த கதவை திறந்துட்டு போக மாட்டான். പിന്നെ എപ്പി പോവാം, உடைச்சிட்டு போவான். എന്തിന് സാവികളൊക്കെ തുറന്നിട്ട് വെച്ചിട്ടേ ഇനി ഉടക്കണ എന്തിനെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറയണതെല്ലാം കേൾക്കുന്നത് എന്തായാലും എല്ലാം പറഞ്ഞോണ്ടിരിക്കരുത്. റിലീസിംഗ് ഡേറ്റ് November 29. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ചാവി ഉള്ളപ്പോൾ പിന്നെ ഉടച്ചോണ്ട് പോകണം എന്തിന്? അതൊക്കെ മോശം. എൻ്റെ കാര്യമൊന്നുമില്ല. ചാവി ഉള്ളപ്പോൾ എന്തിൻ്റെ ഉടയ്ക്കണത്? അത് എത്ര പണി കഥ ഉടയ്ക്കാൻ, അത് സ്വർഗത്തിൻ്റെ വാതിൽ. മണ്ടത്തരം. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പിന്നെ വേറെന്തൊരു ഇല്ല, പിന്നെ വേറൊന്നുമില്ല. നൈസ് പടമല്ലേ? നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നണം? എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ട്രെയിലർ, നല്ല രസമുണ്ട്, നന്നായിട്ട് എല്ലാവരും അഭിനയിച്ചേക്കുന്നു. ഓരോ ഫ്രെയിമും അടിപൊളി. പിന്നെ സാനി അയ്യപ്പൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ട്രെയിലറിൽ. സിനിമ നമ്മൾ ഇതുവരെയായിട്ടും കണ്ടില്ല, എങ്കിലും ഇത്രയും കണ്ടത് വെച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റ് കണ്ടില്ലേ. അപ്പം സംഭവം കൊള്ളാം. എന്തോ ജയിലിൽ തടവ് പുള്ളികളായിട്ട് സെൽവരാഘവനാണ് അവിടെ ഉണ്ടായിരുന്ന ജയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിൻ്റെ അകത്തിരുന്ന് ജയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സെൽവരാഘവനാണ്. ഷറഫുദ്ദീൻ അവിടെ പുതിയ ഓഫീസറായിട്ട് പറഞ്ഞ് ഷറഫുദ്ദീൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം ഇവനെ തീ മൂട്ടി വിട്ട് ഇവനെ കൊണ്ട് അടി ഉണ്ടാക്കിപ്പിച്ച് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്.
എന്തായാലും പടം കുറച്ച് കാണാൻ വർത്തായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണും, പുതുതായിട്ട് എന്തെങ്കിലും കാണും എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ കഥയുണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ അപ്പം എന്തായാലും പടം ഇറങ്ങിയിട്ട് കാണാം. നവംബർ 29 ഇപ്പം അടുത്താണ് റിലീസ്. അപ്പം ഓക്കെ ഗൈസ്, ബൈ, ടാറ്റാ.